ഹലോ ഗായ്സ്, അപ്പോൾ മുളവാസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ആർ കോളേജിൻ്റെ ക്യാമ്പസ് ടൂർ നടത്തി, യൂട്യൂബ് റിയാക്ഷൻ നടത്തി. ഇനി ഇൻസ്റ്റാഗ്രാമാണ് ഇതിൽ ചെയ്യാൻ പോകുന്നത്. ഇൻസ്റ്റാഗ്രാം റിയാക്ഷൻ വീഡിയോ. ഈ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ബാക്കിയുള്ള റിയാക്ടേഴ്സൊക്കെ റിയാക്ഷൻ വീഡിയോ കണ്ട് കുറേ പറയുന്ന രീതിയിലൊന്നും കാണരുത്. എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല. ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഈ ആർ കോളേജിനെ കാണിച്ചു തരിക, യൂട്യൂബിൽ ആർ കോളേജിനെ കാണിച്ചു തരിക, അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നത്. കാരണം ഞാനിപ്പോൾ ഈ അഡ്മിഷനും കാര്യങ്ങളൊക്കെ ഓരോ കോളേജിനല്ലോ ഉണ്ട്. അപ്പോൾ അല്ലാതെ ഇതിലിപ്പോൾ ഞാൻ എന്താ പറയുക, ഓരോ വ്ളോഗേഴ്സിനെ റിയാക്ട് ചെയ്തിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഓരോ കണ്ടന്റ് ഉള്ള രീതിയിൽ എടുക്കുന്നുള്ളൂ. പിന്നെ എന്തായാലും വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അഡ്മിഷനും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക. എൻ്റെ പബ്ലിക് ചാനലുണ്ട് ബബ്ലു ബാസിൻ്റെ. പിന്നെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുക, വിളിക്കുക, എന്തും ചെയ്യാം. പിന്നെ എന്താ ഇപ്പോൾ പറയാൻ വിചാരിച്ചിട്ടുണ്ട്, എന്തായാലും ഇതേപോലെ ഓരോ കോളേജിൻ്റെ സെലക്ട്, ഇപ്പോൾ ആചാര്യാണെന്നുണ്ടെങ്കിൽ, സപ്തഗിരി ആണെന്നുണ്ടെങ്കിൽ, രാമയ്യ, കുറേ കോളേജുകളുണ്ട്. ബാംഗ്ലൂരത്തെ ആയിട്ട് പറയുന്നത്. പിന്നെ ചെറിയ ചെറിയ നഴ്സിംഗ് കോളേജുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ വിസിറ്റ് ചെയ്യാം. ചെറുത് എന്ന് പറഞ്ഞാൽ ഞാൻ ബാക്കിയുള്ള കോളേജിലൊക്കെ കുറേ കോഴ്സുകൾ വരുന്നുണ്ട്. ഈ നഴ്സിംഗ് മാത്രം പഠിപ്പിക്കുന്ന കോളേജുകളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മൾ അധികം ലെങ്തി ആക്കുന്നില്ല, ഞാൻ വീഡിയോ പോകാം. പിന്നെ ഇത് ഞാൻ അധികം ഇൻസ്റ്റാഗ്രാമിൽ നിന്നിട്ട് ഇങ്ങനെ പ്രോമോട്ട് മസ്റ്റ് വാച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാനില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് എത്രയാ, 248 അങ്ങനെ എന്താണ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളത്. അപ്പോൾ അതെന്തായാലും ഇൻഷാ അല്ലാ നിങ്ങളും ചെക്ക് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഇത് ചാനലിൽ കയറിക്കാണ്ട് എത്ര ആയി, ഇവന് കൂടുണ്ടോ, കാര്യമുണ്ടോ എന്നൊക്കെ നിങ്ങളും ചെക്ക് ചെയ്യും. നിങ്ങൾ എന്നിട്ട് ഒപ്പരം നിൽക്കണം. ഓക്കെ, ഞാൻ എന്തായാലും നമുക്ക് അധികം വീഡിയോസിലേക്ക് പോവാം. ആർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതിൽ ഏത് കൂടുതൽ മ്യൂച്വൽസ് എന്നത് ഇതിൽ കയറല്ലേ. എ ജി ബി എന്ന് പറഞ്ഞാൽ ലേഔട്ടാട്ടോ. പിന്നെന്താ പറയുക, മല്ലൂസ്, സപ്പോർട്ട് പേജ്, ടാഗമി. ഇത് ആർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേജ് തന്നെയാണ്. ഇതിലത്തെ ഒരു റീൽസും കാര്യങ്ങളും നോക്കി നോക്കാം നമുക്ക്. കോപ്പിറൈറ്റ് ഒന്നും വരില്ല കരല്ലേ അല്ലേ, അങ്ങനൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ എത്ര റീൽസ് ഉണ്ട്, ഇത് കുറച്ച് എന്തായാലും ഇത് കണ്ടോക്കാം. ചിലപ്പോൾ ഈ ഒരു വീഡിയോക്ക് ചിലപ്പോൾ തന്നെ മതിയാവും. കേക്ക് ഉണ്ടോ, ഞാനവിടെ നിൽക്കുന്ന പോയോക്കട്ടെ. ഞാൻ കറക്റ്റ് കുറച്ചുകൂടെ വലുതാക്കണം എന്നെ. വേണ്ട, കമൻറ്റ് കാണില്ല, കമൻറ്റ് വായിക്കാം. അപ്പം ഞാൻ ഇവിടെ നിന്നോട്ടെ. റീൽസ് ആട്ടോ. ഇപ്പം എന്തൊക്കെ റീൽസിന് എന്തോ ഇതൊക്കെ വന്നുകൂടാറ്, എന്തോ സർക്കുലർ ഓരോ കോളേജിന് റീൽസൊക്കെ അങ്ങനെയൊക്കെ സ്കീമൊക്കെ വന്നാൽ എന്തായാലും സെറ്റ് ആവും കേട്ടോ. കാരണം അല്ലെങ്കിൽ ഓരോ കോളേജ് അത് എഡിറ്റർമാരാ കോളേജിൽ ചെക്കന്മാരെ എഡിറ്റർ. എൻ്റെ ഒരു ഫേവറേറ്റ് എഡിറ്റർ ഉണ്ട്, എന്താ പറയുക, മജ്ലിസ് കോളേജിൽ വന്നു, റാഫി നായർ. അവന് ഇതിൽ ഐഡി ഇട്ട് നോക്കട്ടെ, അവൻ്റെ വീഡിയോസൊക്കെ കാണണം. ഇതിൽ സെർച്ച് ചെയ്തിട്ടുണ്ടാവും. എന്താ ഇവൻ്റെ 2 വീഡിയോ കാണിച്ചു തരാം. ഇത് എനിക്കിഷ്ടപ്പെട്ടുകൊണ്ട് കാണിച്ചു എന്നുള്ളൂ കേട്ടല്ല, വേറെ ഒന്നുമല്ല. ഇതിൻ്റെ ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം. ഇതൊക്കെ 2 മില്യൺ 1 മില്യൺ ഒക്കെയാണ്. ഇതിൽ ഒരു അടാറ് സാധനം ഉണ്ടായിരുന്നു കുറച്ച് മുമ്പ് ഇറങ്ങിയ. ഇത് നമ്മൾക്ക് AGF ഒക്കെ ഇറങ്ങിയ സമയത്ത് വീഡിയോ കണ്ടോളിട്ടാ. കേൾക്കുന്നില്ല. ഏതോ വീഡിയോ വിഷയം എഡിറ്റ് നോക്കിയോ. ഇത് ഈ സിനിമയിലൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഓരോ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഓരോ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഇതൊരു ക്യാമറയും ഒരു ക്യാപ്കട്ടിനെ തോന്നുന്നു, ക്യാപ്കട്ടും വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ. ഇതുണ്ടല്ലോ എഡിറ്റിങ് മാത്രമല്ല, ഇവൻ്റെത് പറഞ്ഞാൽ എഡിറ്റ് ചെയ്യുന്ന ഇത് ഓൾറെഡി മനസ്സിൽ കണ്ടുകൊണ്ട് അതിനനുസരിച്ചുള്ള ഷൂട്ട് ചെയ്യുന്നുണ്ട് തോന്നുന്നു. അങ്ങനെയൊക്കെ ഇത് കണ്ടോളിട്ടോ.
ഇത് ഓണപ്പരിപാടിൻ്റെ തോന്നുന്നു. അവിടെ നോക്കിച്ച പിന്നെ ഞാൻ പറഞ്ഞ ഇവിടേക്കൊക്കെ പോകുന്നുണ്ട്. നമ്മൾ തുടങ്ങിയത് ഏറെ ഇല്ലാണ്. അപ്പോൾ തന്നെ കോളേജിൽ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒരു 1000 വീഡിയോസിൻ്റെ എന്തൊക്കെ സ്കീമൊക്കെ വരുന്നുണ്ട്. എന്തോ മന്ത്രിയൊക്കെ എന്തോ പറഞ്ഞിരുന്നു. നമുക്ക് എന്തായാലും വീഡിയോ കാണിച്ചു തരാം. ഇതാണ് ഇത് ആർ കോളേജ്. എക്സാമിലെ ഇതൊക്കെ ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ബിഫോർ സം എക്സാം ജീവൻ പഠിക്കുന്നത് കണ്ടും കുട്ടികളുള്ള കുട്ടകൾ പറഞ്ഞപ്പോ കൂമ്പിനിട്ട് ഇടിച്ച് എന്റെ പൊന്ന് സാറിന്റെ പെണ്ണെന്നെ ചതിച്ച് കാശുകാരൻ തിരിച്ചപ്പോ അവക്കൻ ചിന്തിച്ച് എന്നെ തട്ടിക്കളഞ്ഞിട്ട് കുളിങ്കൊമ്പ് പിടിച്ച് ഒറ്റപ്പെട്ട വിഷമത്തി പാറിപ്പോയി. ഇത് മറ്റേ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ വൈറലായിരുന്നു അല്ലേ? എല്ലാ കുറേ കോളേജ് ഏത് സ്റ്റുഡൻസ് ഇട്ടാലും വൈറലാണ്. ഇതൊരു സമയത്ത് ട്രെൻഡിങ് ചെയ്യുന്നില്ല. ഇതിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന രീതിയിലാക്കാൻ പറ്റില്ല. ഇത് ഭയങ്കര ബുദ്ധിമുട്ട്. ഇത് മലയാളീസിൻ്റെ പേര്. മലയാളീസ് എഡിറ്റ് ചെയ്തോളൂ. അങ്ങനെ കണ്ടാ അറിയാം. ഇതിന്റെ വേറൊരു പ്രത്യേകത എന്താ അറിയോ? നമ്മളെന്താ പറയാ, നാട്ടിൽ എന്നൊക്കെ പറഞ്ഞാൽ സ്കൂള് +2 എത്ര അടിപൊളി ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും +2 വൈകുന്നേരം ആയ ഒരു 5 മണി കഴിഞ്ഞാൽ വീട്ടിൽ പോവാ. വീട്ടിൽ എല്ലാത്തിനും ഒരു ലിമിറ്റൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഒരു അടി കാണുന്നുണ്ടെങ്കിലും ഒരു ലിമിറ്റ് ഉണ്ട്. കാരണം ഇത് തെരഞ്ഞ് വീട്ടിൽ എത്തുന്ന പരിപാടിയൊക്കെ. പക്ഷെ ബാംഗ്ലൂർ അല്ലെങ്കിൽ ഇതുപോലെ പുറത്ത് നോക്കുക കോളേജ് പറഞ്ഞാൽ നമ്മളൊരു കുടുംബം പോലെ കാരണം നമ്മൾ ഫ്രണ്ട്സ് എത്ര എന്താ പറയുക, ഏത് സമയം നമ്മളെ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഫ്രണ്ട്സൊക്കെ അപ്പോൾ കോളേജിലും കാര്യങ്ങളൊക്കെ അവിടെ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് നാട്ടിലേക്ക് ഒരു ലീവിന് 10 ദിവസമൊക്കെ വിചാരിച്ച് പോകും. 10 ദിവസമൊക്കെ നിൽക്കണം, വീട്ടിൽ ചെക്കന്മാർ അടിച്ചു വിളിക്കണമൊക്കെ വിചാരിച്ച് പോകും. പക്ഷെ അവിടെ എത്തുമ്പോൾ ചെക്കന്മാർ ഓരോ തിരക്കിൽ മീൻസ് നമ്മൾ വിട്ട് ഒഴിവാക്കി പോകാന്നല്ല, ഓല് എന്താ പറയുക, ഓൽക്ക് ക്ലാസ്സും കാര്യങ്ങളും ഓല് അങ്ങനെ പോകുമല്ലോ. അപ്പം നമുക്ക് ഭയങ്കര അവിടെ നിൽക്കുക ഒരിക്കലും നടക്കില്ല. ഞാൻ 10 ദിവസമൊക്കെ വിചാരിച്ച് പോയിട്ട് ഒരു 2-3 ദിവസം കൊണ്ടൊക്കെ ഞാൻ തിരിച്ചു വരില്ല. ഓക്കെ, വേറെ ഏത് വീഡിയോസുകൾ വേറെ ഇത് ഓണപ്പരിപാടിൻ്റെ ഒന്നും കേട്ടോ. വെറൈറ്റി ആയിട്ട് നമുക്ക് കൂടുതൽ വ്യൂസ് ഉള്ളത് നോക്കല്ലേ. ഇതൊക്കെ 16K, 16, 18, 13, 14, 16 1 മില്യൺ ഒന്നും ഇല്ലേ? അങ്ങനൊന്നും ഇല്ല തോന്നുന്നു. ഇതുണ്ട് 34, 45 ഉണ്ടാവണം. എന്തൊക്കെയാണ് നടക്കുന്നത്? വലിയ കമന്റ് ഒന്നും ഇല്ല. ഇമോജീസ് കാര്യങ്ങളും. ഇതടുത്ത് ക്യാമ്പസ് അടിപൊളിയാട്ടോ. ക്യാമ്പസ് പോയി കണ്ടാൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം. എഡിറ്റിങ് പഠിക്കണടാ. എഡിറ്റിങ് എനിക്കും പഠിക്കണം. അങ്ങനെ ചെയ്തിന്ന് ഞാൻ ഒരു വീഡിയോ ഉണ്ടാക്കിയിരുന്നു, ഞാൻ കാണിച്ചു തരാം. കോളേജിൻ്റെ പറഞ്ഞിട്ട് വേറെ എന്തൊക്കെ ഇതിട്ടുണ്ടല്ലേ. ഇത് ഞാൻ ഉണ്ടാക്കിയ വീഡിയോ കേട്ടോ, ആചാര്യൻ്റെ കേട്ടത് ഉണ്ടോ.
അത് 10K അടിച്ചിട്ടുണ്ട് ഫസ്റ്റ് വീഡിയോ. ഫസ്റ്റ് മീൻസ് എഡിറ്റ് ചെയ്ത ഫസ്റ്റ് വീഡിയോ. ഇത് ഓണപ്പരിപാടി കൊടുക്കാൻ ഇതിൻ്റെ ഞാനാണ് എഡിറ്റിംഗ് ബൈ പബ്ലിക് ബൈ. ഞങ്ങളെ കോളേജിലത്തെ പരിപാടി ലേശം സീനട്ടെ. ഞാൻ അതിമൊക്കെ തിരിയാത്ത എന്താ വെച്ചാൽ കുറേ ഉണ്ട്. അത് ഞാൻ പഠിച്ചതും കൂടി ആയതുകൊണ്ടേ എന്താ പറയുക കുറേ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇടാണ്ട്. ഞാൻ എന്തായാലും ഇൻഷാല്ലാ അതിൻ്റെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ഇപ്പം തന്നെ ഞാൻ എത്ര ലെങ്ത് ആയിക്കുന്നു നോക്കട്ടെ വീഡിയോ. 10 മിനിറ്റ് ആയിക്കുന്നു. അപ്പോൾ നമുക്ക് അത്ര മതി, ധാരാളം ഒന്നും വേണ്ട. കുറച്ച് നമുക്ക് നോക്കിക്കാം. പിന്നെ അതൊക്കെ വ്യൂസും കാര്യങ്ങളൊന്നും വരുന്നൊന്നുമില്ല. വ്യൂസ് എന്തായാലും ഇൻഷാല്ലാ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് നല്ലൊരു വീഡിയോസൊക്കെ ആയിട്ട് വരാം. ഇതിപ്പോൾ എനിക്ക് അത്ര എഫേർട്ട് ഇട്ടിട്ട് എനിക്ക് എഫേർട്ട് ഇടാനുള്ളൊരു ത്വര വരുന്നില്ല. മീൻസ് അത്ര വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എനിക്ക് കുറേ വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ വീഡിയോസും കണ്ടന്റിനൊക്കെ ആയിട്ട് അതിനയച്ച് മരിച്ച് ഇതാക്കാൻ പറ്റുക. അപ്പം എന്തായാലും ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഞാൻ അടുത്ത കോളേജ് ഇപ്പോൾ ഏതാ ചെയ്യുക? ഈ സപ്തഗിരി തന്നെ എൻ്റെ അടുത്തുള്ളത്. സപ്തഗിരി കോളേജിൽ പോവാം കേട്ടോ. ഓക്കെ, സപ്തഗിരിൻ്റെ വീഡിയോസായിട്ട് ഞാൻ അടുത്ത ഇതിൽ വരിക. പിന്നെ ഓക്കെ എന്നാൽ നോക്കട്ടെ. ബൈ, ഗുഡ് നൈറ്റ്, അല്ല ഗുഡ് ബൈ.